ഇവിടത്തെയുള്ള മതപുരോഹിതന്മാരും ഇവിടെയുള്ള തത്വചിന്തകന്മാരും എല്ലാം നമ്മളെ വഴി തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ഞാനൊരു ഉപമ പറയാം. എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ ഒരു ദിവസം അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ ബസ്സുകളിലൊന്നും കയറി നല്ല പരിചയമില്ല. ഒരിക്കൽ അദ്ദേഹം ഇവിടെ വന്നിട്ട്, അദ്ദേഹം റാന്നിക്കാരനാണ്, അദ്ദേഹം തിരുവല്ലയിൽ വന്നിട്ട് പൊടിയാടിക്കുള്ള ബസ്സിൽ കയറി. അദ്ദേഹത്തിന് പൊടിയാടി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ താൻ അല്പദൂരം പോയപ്പോൾ തനിക്കൊരു ചിന്ത, പൊടിയാടി കഴിഞ്ഞു പോയോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ താൻ അടുത്തിരുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു, പൊടിയാടി കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരുന്ന വ്യക്തി പറഞ്ഞു, അയ്യോ പൊടിയാടി കഴിഞ്ഞു പോയല്ലോ, അത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ബസ് നിർത്താൻ ആഗ്രഹിക്കുമ്പോഴെന്ന് പറയുവാൻ തുടങ്ങുമ്പോഴേ തൊട്ടടുത്ത് നിന്ന് ഒരു പുരുഷൻ ഇവനോട് പൊടിയാടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ മനുഷ്യനെ ശാസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞടാ, വഴി അറിയാൻ വയ്യെങ്കിൽ മിണ്ടാതിരുന്നോണം. എന്നിട്ട് പറഞ്ഞു, സാറേ പൊടിയാടി കഴിഞ്ഞിട്ടില്ല, അത് അടുത്ത ജംഗ്ഷനാണ് പൊടിയാടിയെന്ന്. അപ്പോഴെന്താണ്? അറിവില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടല്ലേ. ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാന് ഇന്ന മലവഴി പോകണം, ഇന്ന പുഴ വഴി കടക്കണം, ഇന്ന ദേശത്തൂടെ കടക്കണം എന്നിത്യാദി നമ്മളെ അനേക ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് അനേക ഇടങ്ങൾ കൂടെ ചുറ്റി സഞ്ചരിപ്പാന് എല്ലാ മതത്തിന്റെയും പുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ തത്വജ്ഞാനികളും വന്നിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുവാൻ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരുമ്പോൾ ഇവരാരും ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്ന വഴിയും ഇവർക്കറിയത്തില്ല. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. ഏത് വഴി? ദൈവത്തിലേക്ക് പോകുന്ന ഏക വഴി ഞാൻ മാത്രമാണ്. അങ്ങനെ ഉറപ്പോടെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാണ് അറിയാമോ? ഞാൻ സ്വർഗത്തിലെ പിതാവിന്റെ മടിയിൽ ഇരുന്നവനാണ്. ആ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഇറങ്ങി വന്നത് വഴി ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന മടക്ക വഴിയും എനിക്കറിയാം. അതായത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വഴി ഞാൻ അറിഞ്ഞുവെങ്കിൽ ഈ ഭൂമിയിലുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വഴിയും എനിക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് എൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്.